ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു INZA വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീക്വൻസ് കൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ബീഡ്സിൻ്റെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തു. ഇനി സീക്വൻസ് കൊണ്ട് ഇതൊക്കെ സിമ്പിൾ വർക്കാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നൂല് ഇതുപോലെ നമുക്ക് എടുത്തിട്ടുണ്ട്. സീക്വൻസിൻ്റെ സൂചിക്ക് നമുക്ക് അതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ സൂചി തന്നെ ഇത് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ സീക്വൻസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സൂചി ഇതുപോലെ കുത്തി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. സെയിം ഹോൾസിലൂടെ തന്നെ പുറത്തേക്ക് എടുക്കുക. ഇതിലേട്ടോ പുറത്തൂടെ എടുത്തിട്ട് സെയിം ഹോൾസിലൂടെ തന്നെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് സീക്വൻസിൻ്റെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക. റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടാവും, അത് ഇട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. സെയിം ഹോൾസിലൂടെ തന്നെ പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫ്ലവർ സീക്വൻസ് അങ്ങനെയൊക്കെ ഓരോ ഡിസൈൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച്, ബ്ലാക്ക് സ്റ്റിച്ച് അങ്ങനെയുള്ള സ്റ്റിച്ചുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓരോ വർക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് ചെയ്യേണ്ടത്. അത് ഇൻഷാല്ലാ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുണ്ട്. ഫ്ലവർ സീക്വൻസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഡിഫറൻസ് ഉണ്ട്, അതിൽ ബീഡ്സും കൂടെ കൂട്ടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് സെയിം ഹോൾസിലല്ല, നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ചെയ്താലും കുഴപ്പമില്ല. സെയിം ഹോളിൽ തന്നെ കുത്തണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സെയിം ഹോൾ കഴിഞ്ഞ് പക്ഷെ ഒരുപാട് ഗ്യാപ്പ് ഇടാൻ പാടില്ല, അപ്പോൾ നൂല് പുറത്തേക്ക് കാണുന്ന രീതിയിലേക്കാവും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫുൾ ലൈന് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഫ്ലവർ പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് നമുക്ക് ഈ സീക്വൻസ് വർക്ക് ചെയ്യാൻ പറ്റും.